കരാറ് പാലിച്ചില്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് പരസ്യപ്പെടുത്തും, കരാറ് പാലിച്ചെങ്കിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തും. ഏതായാലും പരസ്യപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നടന്നിട്ടുള്ള കരാറതാ. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഡയനറുമാറെ മാറ്റണമെന്നാണ്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് UDF-കാർക്ക് നിർദ്ദേശം കൊടുത്തു. ഞാൻ പറയുകയാണ്, UDF-ന്റെ പല പ്രമുഖ നേതാക്കന്മാരും ഈ അവിശ്വാസം ഒപ്പിട്ട് കൊടുത്തിട്ട് പോലും അറിഞ്ഞില്ലെന്നുള്ള സത്യമാണ്. ഇപ്പൊ ചിലപ്പോൾ അവർ നിഷേധിക്കും. ഒപ്പിട്ട് കൊടുത്തിട്ടും അറിഞ്ഞിട്ടില്ല എന്ന സത്യമാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ രാമങ്കരിലെയും കുട്ടനാട്ടിലെയും പല നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, BJP-യെ എതിർക്കാൻ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരിക. ഇന്ത്യയിൽ BJP എതിർക്കാൻ. അപ്പോൾ അത് കേരളത്തിൽ ആരംഭിച്ച രാമങ്കരിയെ അഭിമാനിക്കാം. ഭാവിയിൽ ചരിത്രത്തിൽ രാമങ്കരി CPM കോൺഗ്രസിന്റെയും പേര് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അംഗത്തിന് രാജി വെച്ചു തീർച്ചയായിട്ടും. കാരണം ഞാൻ SFI മുതൽ, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. SFI മുതൽ ഞാൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം 1984 ജനുവരി മാസം 1-ാം തീയതി രാമങ്കരി ലോക്കപ്പിൽ രാത്രി 12 മണി മുതൽ രാവിലെ 7 മണി വരെ അടിമേടിച്ച ആളാണ്. നാരായണപിള്ള എന്ന് പറയുന്ന CI-യും രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന SI-യും ഘോഷ് എന്ന് പറയുന്ന ചമ്പക്കുളത്തെയും നിങ്ങൾ രേഖകൾ പരിശോധിച്ചാൽ മതി. മെഡിക്കൽ കോളേജിൽ 15 ദിവസം കിടക്കുകയും എന്നെ അന്ന് പാർട്ടി തല്ലിമഴിച്ച പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. 3-4 വർഷത്തിൽ തിരുമിയിട്ടാണ് ആരോഗ്യം തിരിച്ചു കിട്ടിയത്. 2013 ആരൊക്കെയോ കൊട്ടേഷൻ കൊടുത്തു. BJP ആണെന്നാണ് പറയുന്നത്. അവർ പറയുന്നവർ മാത്രമല്ലെന്ന്. എനിക്കതിൽ ദുരൂഹതയുണ്ട്. എന്നെ വെട്ടിക്കൊല്ലാൻ നോക്കിയ കൊട്ടേഷൻകാര് അവർ രാവിലെ വന്ന് വെട്ടിക്കൊല്ലാൻ നോക്കി. എന്റെ ശരീരത്തിൽ 20ഓളം വെട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ മനസ്സിന്റെ ഒരു തന്റെ ഇടവും മാതാ ഹോസ്പിറ്റലിൽ ആ സമയത്ത് എന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അന്ന് സന്തോഷിച്ച CPM-കാരുണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഞാൻ അതിനുശേഷം പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടയാളാണ്. അപ്പൊ അങ്ങനെ പോലീസിന്റെ മർദ്ദനം, ഗുണ്ടകളുടെ വധശ്രമം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടയാളാണ്. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. നിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നത് അഭിമാനമായി കരുതുന്നയാളാണ് ഞാൻ. ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ എന്നെ തെറി വിളിക്കണമെന്നൊരാഗ്രഹമുള്ളായിരുന്നു. ഇറങ്ങി വന്നപ്പം പ്ലാൻ ചെയ്ത് നിർത്തി. എനിക്കതിലൊന്നും പ്രശ്നമേ അല്ല. ദുർബലന്മാർ എന്തും ചെയ്യും. അപ്പൊ ഞാനിനിയും CPI-യുമായി ബന്ധപ്പെട്ട് ആ CPI-യെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നല്ല നിലപാടുമായി മുന്നോട്ട് പോകും. അവിശ്വാസ പ്രമേയം ചർച്ച നടത്തിക്കൊണ്ട് CPM-ന്റെ നേതാവ് പഞ്ചായത്ത് ഹാളിൽ പറഞ്ഞത്, ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം CPM ഇവിടെ വളരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്തെന്നാ പറഞ്ഞത്. അപ്പം സത്യവാദാണ്. അപ്പൊ എനിക്ക് CPM നൽകിയ അംഗീകാരമായി ഞാനതിനെ കരുതുകയാണ്. നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമല്ല. ഇന്ന് രാവിലെ 24-ൽ ഉൾപ്പെടെ ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. ഒപ്പിട്ട ഒരാൾ തന്നെ പറയുകയാണ്, നാസർ വന്ന് കമ്മിറ്റി കൂട്ടി ഞങ്ങളോട് പറഞ്ഞു, അതാ തെറ്റിപ്പോവാതൊക്കെ ചെയ്തോണം കേട്ടോ എന്ന്. നമ്മൾ രാവിലെ കേട്ടതല്ലേ, ഈ TV കാണുന്ന എല്ലാരും കേട്ടതാ. തെറ്റിപ്പോവാതൊക്കെ ചെയ്തോണം എന്ന് പറഞ്ഞു. നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ. ആരാ അറിയാത്തെ? നേതൃത്വം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണ്ടേ? നിങ്ങൾ അവിശ്വാസത്തിനെതിരായി UDF-ന്റെ കൂടെ ചേരാൻ പാടില്ല, കോൺഗ്രസിന്റെ കൂടെ ചേരാൻ പാടില്ല എന്ന് പറയണ്ടേ? പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഞാൻ രാജിവെച്ചു, അംഗത്തിന് രാജിവെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും 13-ാം വാർഡിൽ മത്സരം നടക്കും. ആരായിരിക്കും സ്ഥാനാർത്ഥി? CPM ആണോ കോൺഗ്രസ് ആണോ? ഇവർ ഒരുമിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണ്ടേ? CPM-ഉം കോൺഗ്രസും ഇനി വേറെ രണ്ടായി പോയി പഞ്ചായത്തിലെ ഭരണം വെച്ചിട്ട് താഴെ മത്സരിക്കുന്നത് ശരിയാണോ? അപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചാൽ ജനം തിരിച്ചറിയും ജനം. ഒരു സംശയവും വേണ്ട. രാമങ്കരിലെ നാട്ടുകാർക്ക് ഈ കാര്യമൊക്കെ അറിയാം. കഴിഞ്ഞ 3.5 വർഷക്കാലമായി പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാട്ടുകാരുടെ നല്ല പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഒരു സംശയം ആരും വേണ്ട. ആര് ചെളിവാരി എറിഞ്ഞാലും ഞങ്ങളുടെ ഇമേജിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. നാട്ടുകാർക്കറിയാം. മാത്രമല്ല, ഞങ്ങൾ പല നല്ല കാര്യങ്ങളും പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന ചില ആളുകളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് കരളും മാറ്റിവെച്ച് അല്ലെങ്കിൽ ഇടുപ്പല്ലും മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3.5 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും സന്തോഷകരമായി, അഭിമാനകരമായി ഞങ്ങൾ കാണുന്ന ആ പ്രവൃത്തികളെയാണ്. അതുകൊണ്ട് തുടർന്ന് ഞാൻ അതിശക്തമായി ഈ കുട്ടനാട്ടിലെ പൊതുരംഗത്ത് കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരും എന്ന കാര്യം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.